Hello my dear students, welcome back to my channel Ncert Malayalam. നമ്മൾ ഇന്ന് Ncert ക്ലാസ് 8 ഹിസ്റ്ററിയിലെ വുമൺ കാസ്റ്റ് ആൻഡ് റിഫോമിൻ്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് ഞാൻ കുറേ കാലമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ അപ്പോളജി ചോദിക്കുന്നു. സോറി, ശരിക്കും നല്ല സോറി ഉണ്ട്. കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ മാം അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇനി ഞാൻ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പഴയ പോലെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട പോർഷൻസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിർത്താം കേട്ടോ. സോ Ncert ക്ലാസ് 8 ഹിസ്റ്ററിയിലെ വുമൺ കാസ്റ്റ് ആൻഡ് റിഫോമിൻ്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ, ഗേൾസ് ബിഗിൻ ഗോയിങ് ടു സ്കൂൾ. ഇപ്പോൾ കുട്ടികളൊക്കെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. മെനി ഓഫ് ദ റിഫോമേഴ്സ് ഫെൽറ്റ് ദാറ്റ് ദ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് വാസ് നെസസറി ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദി കണ്ടീഷൻ ഓഫ് വുമൻ. അപ്പോൾ വുമൻസിൻ്റെ, അതായത് വുമൻ്റെ അവസ്ഥ, അതായത് കണ്ടീഷന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ വേണമെന്ന് ഒരുപാട് റിഫോമേഴ്സ്, അതായത് നവോത്ഥാന നേതാക്കൾ, നമ്മുടെ രാജാറാം മോഹൻ റോയെ പോലുള്ള നവോത്ഥാന നേതാക്കൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാസാഗർ ഇൻ കൽക്കത്ത ആൻഡ് മെനി അതർ റിഫോമേഴ്സ് ഇൻ ബോംബെ സെറ്റപ്പ് സ്കൂൾസ് ഫോർ ഗേൾസ്. ഇപ്പോൾ കൽക്കത്തയിലെ വിദ്യാസാഗറും അതുപോലെ തന്നെ ഒരുപാട് റിഫോമേഴ്സ് ബോംബെയിലും സ്കൂൾസ് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. When the first schools were opened in the mid-19th century, many people were afraid of them. They feared that the schools would take girls away from home, prevent them from doing domestic duties. അപ്പോൾ ഒരുപാട് സ്കൂൾസ് സെറ്റപ്പ് ആയപ്പം ഒരുപാട് ആൾക്കാർ അതിൽ പേടി കാണിച്ചിരുന്നു. കാരണം അവർ വിചാരിക്കുന്നു സ്കൂൾസ് എല്ലാം അവരുടെ മക്കളെ കൊണ്ടുപോയിട്ട് അവർ സാധാരണ ചെയ്യുന്ന ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്, അതായത് ഹോം കോഴ്സൊക്കെ അത് നിർത്തലാക്കുമെന്ന് വിചാരിക്കുന്നു. അത് അവരുടെ ആകെ നശിച്ചു പോകുന്നതാണ് കുറേ ആൾക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. മോർ ഓവർ, ഗേൾസ് ഹാഡ് ടു ട്രാവൽ ത്രൂ പബ്ലിക് പ്ലേസസ് ഇൻ ഓർഡർ ടു റീച്ച് സ്കൂൾ. മെനി പീപ്പിൾ ഫെൽറ്റ് ദാറ്റ് ദിസ് വുഡ് ഹാവ് കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓൺ ദം. അതായത് ഒരുപാട് പെൺകുട്ടികൾക്കാവട്ടെ അവരുടെ പബ്ലിക് പ്ലേസസിലൂടെ കടന്നിട്ട് വേണം സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു അത് അവർക്ക് അത്ര നല്ല കാര്യമൊന്നുമല്ല, അവർക്കൊരു കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ്, അതായത് അവർക്ക് ചീത്തപ്പേരായി തീരുന്നതാണ് വിചാരിക്കുന്നത്. ദേ ഫെൽറ്റ് ദാറ്റ് ദ ഗേൾസ് വുഡ് stay away from public places. Therefore, throughout the 19th century, most educated women were taught at home by liberal fathers or husbands. അവർ വിചാരിക്കുന്നത് ഗേൾസ് ഇങ്ങനെ പബ്ലിക് പ്ലേസിലൊക്കെ പോയാൽ അതവർക്ക് മോശമാണെന്ന്. അതുകൊണ്ട് തന്നെ 19th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ഒരുപാട് വുമൻ എഡ്യൂക്കേറ്റഡ് ആയി. എങ്ങനെയാണ് അവർ എഡ്യൂക്കേറ്റഡ് ആയത്? ഒന്നെങ്കിൽ അവരുടെ വിശാല മനസ്കരായിട്ടുള്ള ഫാദേഴ്സ്, അച്ഛന്മാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. സംടൈംസ് വുമൻ ടോട്ട് ദംസെൽസ്. ചില സമയത്ത് അവർ ഒറ്റയ്ക്കിനെ പഠിക്കാറുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ വാട്ട് യു റെഡ് അബൌട്ട് രാജ് സുന്ദരി ദേവി ഇൻ യുവർ ബുക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ലാസ്റ്റ് ഇയർ? നിങ്ങൾക്ക് രാജ് സുന്ദരി ദേവിയുടെ പറ്റിയിട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ഇയറിലെ 7th സ്റ്റാൻഡേർഡിൽ? She was one of those who secretly learned to write and read in the flickering light of candles at night. അപ്പോൾ ഇവർ രാജസുന്ദരി ദേവി സ്വന്തമായിട്ട് ഇങ്ങനെ ഫ്ലിക്കറിങ് ലൈറ്റ് ഓഫ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താ, മങ്ങിയ വെളിച്ചത്തിൽ, ക്യാൻഡിൽസിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവർ ഒറ്റയ്ക്ക് പഠിച്ചതാണ് എഴുതാനും വായിക്കാനൊക്കെ. ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദ സെഞ്ച്വറി, സ്കൂൾസ് ഫോർ ഗേൾസ് വർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആര്യ സമാജ് ഇൻ പഞ്ചാബ് ആൻഡ് ജ്യോതിറാവ് ഫൂലെ ഇൻ മഹാരാഷ്ട്ര. അപ്പോൾ അടുത്ത അതായത് നമ്മുടെ 19th സെഞ്ച്വറിയിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചാബിലെ ആര്യ സമാജിലെ അവർ ഗേൾസിന് വേണ്ടി സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ജ്യോതിറാവ് ഫൂലെ മഹാരാഷ്ട്രയിലും ഗേൾസിന് വേണ്ടിയിട്ട് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ അരിസ്റ്റോക്രാറ്റിക് മുസ്ലിം ഹൗസ് ഹോൾഡ്സ് ഇൻ നോർത്ത് ഇന്ത്യ, women learn to read the Quran in Arabic. അപ്പോൾ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മുസ്ലിം ഹൗസ് ഹോൾഡ്സൊക്കെ എന്ത് ചെയ്തു, നോർത്ത് ഇന്ത്യ പാർട്സിലൊക്കെ ഉള്ള ആൾക്കാർ അവർ അറബിക്ക് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് വായിക്കാൻ തുടങ്ങി? അവരുടെ മതഗ്രന്ഥമായിട്ടുള്ള ഖുറാൻ വായിക്കാൻ തുടങ്ങി. They were taught by women who came home to teach. Some reformers such as Mumtaz Ali interpreted വേഴ്സസ് ഫ്രം ഖുറാൻ ടു ആർഗ്യൂ ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ. സോ നമ്മുടെ അവരൊക്കെ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഖുറാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. മുംതാസ് അലി പോലത്തെ റിഫോമേഴ്സ് ആവട്ടെ, അവർ ഖുറാനകത്തുള്ള ഓരോ വേഴ്സസ് അല്ലെങ്കിൽ ഓരോ ആയത്തുകൾ അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസസ് വെച്ചിട്ട് വുമൻസിൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് അവർ ആർഗ്യൂ ചെയ്യാറുണ്ടായിരുന്നു, അവർ വാഗ്വാദം ഉണ്ടാക്കാറുണ്ടായിരുന്നു. The first Urdu novels began to be written from the late 19th century. ഫസ്റ്റ് ഉറുദു നോവൽസ് 19th സെഞ്ച്വറിയുടെ ലാസ്റ്റിലേക്കൊക്കെയാണ് ഉണ്ടാവാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. Amongst other things, there were meant to encourage women to read about
read about religion and domestic management in the language they would understand. അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വുമൻസിനെ എൻകറേജ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തിന് അവരുടെ മതത്തിലും അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് മാനേജ്മെൻറ്റ് വീടുമായി ഹൗസ് ഹോൾഡ് ആയിട്ട് റിലേറ്റഡ് ആയ കാര്യത്തിലും ഒക്കെ അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാൻ തുടങ്ങിയത്. ഇനി നമുക്ക് വുമൻ റൈറ്റ് അബൌട്ട് വുമൻ അല്ലേ, വുമനെ പറ്റി എഴുതാൻ തുടങ്ങി, അതിനെപ്പറ്റി സംസാരിക്കാം. ഫ്രം ദ ഏർലി 19th century, Muslim women like Begums of Bhopal played a notable role in promoting education among women. ഇപ്പോൾ ഏർലി 19th centuryയിലൊക്കെ മുസ്ലിം വുമൻസ്, അതായത് ഭോപ്പാലിലെ ബീഗംസ് ഒക്കെ എന്ത് ചെയ്തു, അവർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അവരാണ്, അതായത് മുസ്ലിംസിൻ്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ആൾക്കാരാണ് ബീഗംസ് ഓഫ് ഭോപ്പാലൊക്കെ, ഭോപ്പാലിലെ ബീഗംസ് ഒക്കെ. ദേ ഫൗണ്ടഡ് എ പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ് അറ്റ് അലിഗഡ് ആൻഡ് ദ റിമാർക്കബിൾ വുമൻ ബീഗം റൊക്കിയ സഖാവത്ത് ഹുസൈൻ സ്റ്റാർട്ടഡ് സ്കൂൾസ് ഫോർ മുസ്ലിം ഗേൾസ് ഇൻ ദി പാട്ന ആൻഡ് കൽക്കത്ത. സോ അതായത് അവരെന്ത് ചെയ്തു, നമ്മുടെ പ്രൈമറി സ്കൂൾ അലിഗഡിൽ പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ഗേൾസിന് വേണ്ടിയിട്ട് മാത്രം. അതുപോലെ തന്നെ ബീഗം റൊക്കിയ എന്ത് ചെയ്തു, ഇങ്ങനെ മുസ്ലിം ഗേൾസിന് വേണ്ടി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് പാട്നയിലും അതുപോലെ തന്നെ കൽക്കത്തയിലുമായിരുന്നു. She was fearless critic of conservative ideas, arguing that religious leaders of every faith accorded an inferior place to women. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കൺസർവേറ്റീവ് ഐഡിയാസിന് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഐഡിയാസിനോടൊന്നും വലിയ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആർഗ്യൂ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഫെയ്ത്തിലുള്ള അല്ലെങ്കിൽ ഓരോ വിശ്വാസത്തിലുള്ള റിലീജിയസ് ലീഡേഴ്സ്, അവിടുത്തെ പണ്ഡിതന്മാർക്ക് അവരെ വുമൻസിനെ ഒരു ഇൻഫീരിയർ റോളാണ് അല്ലേ, അവരത്ര തരം താഴ്ന്നിട്ടായിരുന്നു കണ്ടിരുന്നത്. അതായിരുന്നു അവർ ആർഗ്യൂ ചെയ്ത മെയിൻ കാര്യം. So, by 1880s, Indian women began to enter universities, some of them trained to be doctors, some become teachers. അപ്പോൾ 1880s ആയപ്പോൾ ചില ഇന്ത്യൻ സ്ത്രീകൾ എന്ത് ചെയ്തു, അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ തുടങ്ങി. ചിലരാകട്ടെ ഡോക്ടേഴ്സായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടു, ചിലരാകട്ടെ ടീച്ചേഴ്സായി. Many women began to write and publish their critic views on the place of women in society. ചില ആൾക്കാർ വുമൻസിനെ പറ്റിയിട്ടുള്ള വുമൻസിൻ്റെ അവരുടെ വ്യൂസൊക്കെ വുമൻസിനെ പറ്റിയിട്ടുള്ള വ്യൂസൊക്കെ അവർ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് വുമൻസ് സൊസൈറ്റിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. താരാബായ് ഷിൻഡെ, എ വുമൻ എഡ്യൂക്കേറ്റഡ് അറ്റ് ഹോം അറ്റ് പൂന, പബ്ലിഷ്ഡ് എ ബുക്ക് സ്ത്രീ പുരുഷ് തുലന, a comparison between a woman and men, criticizing the social differences between the men and women. സോ നമ്മുടെ താരാബായ് ഷിൻഡെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ, അവർ പൂനെയിലെ ഒരു വീട്ടിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് അവരൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണ് സ്ത്രീ പുരുഷ് തുലന, അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കമ്പാരിസൺ. അവർ ഒരുപാട് സോഷ്യൽ ഡിഫറൻസസ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ളത്. സോ Pandita Ramabai, a great scholar of Sanskrit, felt that the Hinduism were oppressive towards women and wrote a book about the miserable lives of upper caste Hindu women. So Pandita Ramabai എന്ന് പറയുന്ന സ്ത്രീ, അവർ ഒരു സാൻസ്ക്രിറ്റ് സ്കോളർ ആയിരുന്നു, സാൻസ്ക്രിറ്റിലെ ഏക പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവരെന്ത് ചെയ്തു, അവർ നമ്മുടെ ഹിന്ദു സിസ്റ്റം അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു മതത്തിന് എങ്ങനെയാണ് വുമൻസിൻ്റെ എതിരെയുള്ള ഒരു ഒപ്രസീവ്നെസ്സിലെ അവർ അഗെയിൻസ്റ്റ് ആണെന്നുള്ളതൊക്കെ എഴുതിയിട്ട്, അതുപോലെ തന്നെ അപ്പർ കാസ്റ്റ് വുമൻ, അതായത് മുതിർന്ന ജാതിയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന മിസറബിൾ ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള അവസ്ഥ അവരെന്ത് ചെയ്തു, അതിനെപ്പറ്റിയും അവർ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷീ ഫൗണ്ടഡ് എ shelter to widows. She founded a widow home at Pune to provide shelter to widows who had been treated badly by their husbands and relatives. So അതായത് പൂനെയിൽ അവർ വിഡോസിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ വിഡോ ഹോം, അതായത് വിധവകൾക്കുള്ളൊരു വീട് അവരുണ്ടാക്കി ഫൗണ്ട് ചെയ്തു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ അപമാനവ്യാതയായി ട്രീറ്റ് ചെയ്യുന്ന ഹസ്ബൻഡ്സും റിലേറ്റീവ്സും ഉണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഹിയർ വുമൻ വേർ ട്രെയിൻ സോ ദാറ്റ് ദേ കുഡ് സപ്പോർട്ട് ദംസെൽസ് എക്കണോമിക്കലി. ഇവിടെ വുമനെ നമ്മൾ നല്ലോണം ട്രെയിൻ ചെയ്തു. ഈ പറയുന്ന വിഡോ ഹൗസിൽ അല്ലെങ്കിൽ വിഡോ ഹോമിൽ വുമൻസ് നല്ലോണം ട്രെയിൻ ചെയ്തിട്ട് അവരെ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. Needless to say that all this for more alarmed the orthodox. അതായത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ അലാം ചെയ്തു, ഇത് വ്യാകുലരാക്കി, നമ്മുടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള അതായത് വിശ്വാസികളെ ആയിട്ടുള്ള ആൾക്കാരത് അലാംഡ് ആക്കി. ഫോർ ഇൻസ്റ്റൻസ് മെനി ഹിന്ദു നാഷണലിസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ദ ഹിന്ദു വുമൻ were adopting western ways and that would corrupt Hindu culture and erode family values. അപ്പോൾ ഒരുപാട് ഹിന്ദു വിശ്വാസക്കാർ അല്ലെങ്കിൽ ഹിന്ദു നാഷണലിസ്റ്റുകൾ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു വുമൻസൊക്കെ ഇപ്പോൾ
വെസ്റ്റേൺ ചിന്താഗതി അല്ലെങ്കിൽ വെസ്റ്റേൺ രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ട് അവരുടെ ഹിന്ദു കൾച്ചറും അതുപോലെ തന്നെ അവരുടെ ഫാമിലീൻ്റെ ഓരോരോ അഭിമാനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓർത്തഡോക്സ് മുസ്ലിംസ് ആർ ഓൾസോ വറീഡ് അബൌട്ട് ദ ഇമ്പാക്ട് ഓഫ് ദിസ് ചേഞ്ചസ്. ഓർത്തഡോക്സ് മുസ്ലിംസും ഈ ഒരു മാറ്റത്തിന് ഉണ്ടായപ്പോൾ അവരാകെ ടെൻഷൻഡായിരുന്നു. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് as you can see, by the end of 19th century, women themselves were actively working for reform. They wrote books, edited magazines, founded schools and training centers and set up women's association. അപ്പോൾ 19th century അവസാനമൊക്കെ ആയപ്പോൾ എന്ത് മനസ്സിലായി? വുമൻ അവരുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ റിഫോമിന് വേണ്ടിയിട്ട് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ബുക്സ് എഴുതി, അതുപോലെ തന്നെ മാഗസിൻസ് എഡിറ്റ് ചെയ്തു, സ്കൂൾസ് കണ്ടുപിടിച്ചു, ട്രെയിനിങ് സെൻറ്റേഴ്സ് കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ വുമൻസ് അസോസിയേഷൻ വരെ അവർ ഉണ്ടാക്കി തീർത്തു. From the early 20th century, they formed political pressure groups to push through laws for female suffrage and better health care and education for women. അപ്പോൾ 19th centuryക്കിൽ എന്ത് സംഭവിച്ചത്? അവർ പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സ് വഴി വുമൻസിന് സഫറേജ്, അതായത് റൈറ്റ് ടു വോട്ടിന് വേണ്ടിയിട്ട് അവർ പുഷ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഒരു വുമൻസിന് വേണ്ടിയിട്ടുള്ള ബെറ്റർ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്തത്. സം ഓഫ് ദം ജോയിൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് ഫ്രം 1920s. ചില ആൾക്കാർ 1920s മുതൽ ഒരുപാട് നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. In the 20th century, leaders such as Jawaharlal Nehru and Subhash Chandra Bose lent their support to demands for greater equality and freedom for women. അപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള നെഹ്റുവും അതുപോലെ തന്നെ ചന്ദ്രബോസൊക്കെ എന്ത് ചെയ്തു? അവർ ഇങ്ങനത്തെ ഇക്വാലിറ്റിക്കും ഫ്രീഡത്തിനും വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വുമൻസിനെ. Nationalist leaders promised that there will be full suffrage for all men and women after independence. അപ്പോൾ ഒരുപാട് നാഷണലിസ്റ്റ് ലീഡേഴ്സ് എന്താണ് വിചാരിച്ചത്? പ്രോമിസ് ചെയ്ത കാര്യമാണ്, അതായത് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാവർക്കും, അതായത് സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ, അവർക്ക് സഫറേജിനുള്ള റൈറ്റ് ടു വോട്ടിനുള്ള അവകാശം ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. However, till then they asked women to concentrate on anti-British struggles. അപ്പോൾ അതുവരേക്കും, അതായത് ഈ ഒരു ഇൻഡിപെൻഡൻസ് വരേക്കും അവരെന്ത് ചെയ്യുന്നു? ഈ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. So the expansion of cities in chapter 6, think of the new demands of labor this created. Drains were dug. Next is, who could produce shoes? ആർക്കാണ് ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? ലെതർ വർക്കേഴ്സ് ഹാവ് ബീൻ ട്രഡീഷണലി ഹെൽഡ് ഇൻ കണ്ടംപ്റ്റ് സിൻസ് ദേ വർക്ക് വിത്ത് ഡെഡ് ആനിമൽസ് വിച്ച് ആർ സീൻസ് ആർ ഡേർട്ടി ആൻഡ് പൊല്യൂട്ടിങ്. അപ്പോൾ ലെതർ വർക്കേഴ്സിന് അവർ ട്രഡീഷണലി ചെയ്യുന്ന കാര്യം, അതായത് ഇപ്പോൾ ഈ എങ്ങനെ ലെതറൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഡെഡ് ആനിമൽസിൻ്റെ സ്കിന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് അത് ഡേർട്ടിയാണ്, പൊല്യൂട്ടിങ് ആണ്. സോ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരുപാട് ആർമീസിന് ഷൂസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കാസ്റ്റ് പ്രജുഡ്യൂസ് അല്ലെങ്കിൽ കാസ്റ്റ് പ്രജുഡ്യൂസ് എന്ത് ചെയ്തത്? അവർ ലെതർ വർക്കേഴ്സിന് എതിരായിരുന്നു. അവർ ട്രഡീഷണൽ ലെതർ വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഷൂ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. അവർ മാത്രമേ ഈ ആർമി ഷൂ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ദേ കുഡ് ആസ്ക് ഫോർ ഹൈ പ്രൈസസ് ആൻഡ് ഗെയിൻ ഇംപ്രസീവ് പ്രോഫിറ്റ്സ്. അങ്ങനെ അവർ ഒരുപാട് പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രോഫിറ്റ്സ് അവർ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ ഈ ഷൂ മേക്കേഴ്സൊക്കെ. സോ വേറെയും ജോബുകളൊക്കെ ഉണ്ടായിരുന്നു. ദ ആർമി ഫോർ ഇൻസ്റ്റൻസ് ഓഫർഡ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് എ നമ്പർ ഓഫ് മഹർ പീപ്പിൾ ഹു വർ റിഗാർഡ് ആസ് അൺടച്ചബിൾ ഫൗണ്ട്സ് ജോബ് ഇൻ മഹർ റെജിമെൻറ്റ്. ദ ഫാദർ ഓഫ് ബി ആർ അംബേദ്കർ, ദ ലീഡർ ഓഫ് ദളിത് മൂവ്മെൻറ്റ്, ടോട്ട് ഇൻ ആൻ ആർമി സ്കൂൾ. സോ അങ്ങനെ ഒരുപാട് പീപ്പിൾസ്, മഹർ പീപ്പിൾ എന്നൊക്കെ പറയുന്നത് ഇവർ അൺടച്ചബിൾസ് ആണ്. അവർ ഇങ്ങനെ ഈ പറയുന്ന മഹർ റെജിമെൻറ്റ്സിൽ അവർക്ക് ഒരുപാട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അംബേദ്കറിൻ്റെ അച്ഛനായിട്ടുള്ള ബി ആർ അംബേദ്കറിൻ്റെ അച്ഛനായിട്ടുള്ള ആൾ പോലും ഈ പറയുന്ന ആർമി സ്കൂളിലാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ദളിത് ലീഡറായിരുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫോട്ടോയിൽ ദുബ്ലാസ് ഓഫ് ഗുജറാത്ത് ക്യാരിങ് മാംഗോസ് ടു മാർക്കറ്റ് ആണ്. ദുബ്ലാസ് എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് ലാൻഡ് ലോഡേഴ്സിൻ്റെ അടുത്ത് പണിയെടുക്കുന്ന ലേബേഴ്സാണ്. അവരെന്ത് ചെയ്തു? അവർ ഈ പറയുന്ന ലാൻഡ് ലോഡ്സിൻ്റെ ഓൺ കൾട്ടിവേഷൻ, അവരുടെ സ്വന്തമായിട്ടുള്ള ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ജോലിയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയുള്ളൂ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി യു എൻജോയ് ദ ക്ലാസ്. ആഫ്റ്റർ ലോങ് ടൈമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറ്റും, കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ഐ വിൽ ബി ഇംപ്രൂവിങ് ഇൻ ദ നെക്സ്റ്റ് section. So thank you everyone and thank you all. Keep subscribed and share maximum with your friends too.